ഇസ്രായേൽ ഇറാൻ സംഘർഷം കൊടുമ്പിരി കൊണ്ടു നിൽക്കുമ്പോഴും ഇസ്രായേൽ ഇറാന്റെ ആണവ മേഖലയ്ക്കെതിരെ നടത്തിയ തേരോട്ടം തുടങ്ങി വെറും 48 മണിക്കൂറിനുള്ളിൽ തന്നെ ഇറാന്റെ പടിഞ്ഞാറൻ ഇറാനിൽ തെഹ്റാൻ ഉൾപ്പെടെ ഇറാന്റെ ആകാശപരിധിയിൽ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇസ്രായേലിന് ഇറാൻ ആക്രമിക്കണമെങ്കിൽ ചെലവേറിയ ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളെ ആശ്രയിക്കാതെ ഇറാന്റെ ആകാശപരിധിയിലുള്ള യുദ്ധവിമാനങ്ങൾ വഴി നേരിട്ട് ഇറാനിലേക്ക് ബോംബ് വർഷിക്കാം എന്ന വിധത്തിലാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇറാനിയൻ ആകാശപരിധിയിൽ ഇസ്രായേലിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് PCS ആണ്. അതായത് P ഫോർ പ്രസിഷൻ, C ഫോർ കോർഡിനേഷൻ, S ഫോർ സ്പീഡ്. നെതന്യാഹു പറഞ്ഞിരിക്കുകയാണ് തെഹ്റാന്റെ നിയന്ത്രണം ഇസ്രായേലിന്റെ കയ്യിലായിരിക്കുന്നുവെന്ന്. ഇവിടെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കറിയാവുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം ഏകദേശം 3 വർഷം കഴിഞ്ഞിരിക്കുന്നു. ലോകം ഇസ്രായേലിന്റെ യുദ്ധരീതികളെ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇന്ന് മാത്രമല്ല 1948 മുതൽ ഇസ്രായേൽ എന്ന രാജ്യം ചുറ്റുമുള്ള ശത്രുരാജ്യങ്ങളുമായി മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. മല്ലിടുക മാത്രമല്ല, വിജയം ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ റഷ്യ യുക്രൈൻ യുദ്ധം നടന്ന് കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. എന്നാൽ റഷ്യയുടെ സൈനിക ശക്തി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നായ റഷ്യക്ക് 2022 മുതൽ യുദ്ധം തുടങ്ങിയിട്ട് പോലും യുക്രൈന്റെ ആകാശപരിധിയിൽ ആധിപത്യം പിടിച്ചെടുക്കാൻ കഷ്ടപ്പെടുന്നു. റഷ്യ വലിപ്പം കൊണ്ടും വലിയ രാജ്യമാണ്. എന്നാൽ യുക്രൈൻ എന്ന രാജ്യത്തോടാണ് സൈനിക ശക്തിയിൽ യുക്രൈൻ അതുപോട്ടെ, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങളുമായി കിടപിടിക്കേണ്ട രാജ്യം അതും പോട്ടെ, അമേരിക്കയുടെ നിലയിലെങ്കിലും കിടപിടിക്കേണ്ട രാജ്യം യുക്രൈന് മുന്നിൽ ഇങ്ങനെ 3 വർഷത്തോളം അടിപിടി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ റഷ്യയുടെ സൈനിക ശക്തിയെപ്പറ്റി, റഷ്യയുടെ യുദ്ധവിമാനങ്ങളെപ്പറ്റി ചിന്തിച്ചു പോവുകയാണ്. റഷ്യ യുക്രൈനുമായി യുദ്ധത്തിൽ പോയിപ്പെട്ടിട്ട് ഇപ്പോൾ യുക്രൈനെ മലത്താമെന്ന് വിചാരിച്ചു. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ് കരുതിയത്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളിലൊന്നാണല്ലോ റഷ്യ. എന്നാൽ തിരിച്ച് പോരാൻ പറ്റാത്ത ഒരു വലിയ പൊട്ടക്കിണറ്റിലേക്കാണ് റഷ്യ പോയിപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ റഷ്യയെ പെടുത്തിയിരിക്കുന്നത്. അപ്പോഴാണ് യുദ്ധത്തിന്റെ 19-ാം നൂറ്റാണ്ടിലായിക്കോട്ടെ 20-ാം നൂറ്റാണ്ടിൽ യുദ്ധത്തിലേക്ക് വരുമ്പോൾ ഏത് കാലഘട്ടത്തിലാണെങ്കിലും ആ കാലഘട്ടത്തിനനുസരിച്ചിട്ട് യുദ്ധത്തിന്റെ പുതിയ മുഖം ഇസ്രായേൽ തുറന്നു തരുന്നത്. യുക്രൈൻ റഷ്യ യുദ്ധമായിക്കോട്ടെ, ഇസ്രായേൽ ഇറാൻ യുദ്ധമായിക്കോട്ടെ, രണ്ടിലും പ്രധാനം എന്തിനാണോ യുദ്ധം ചെയ്യുന്നത്. ചിലപ്പോൾ അതിർത്തി പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ആണവായുധം ഇറാനെ പോലെ ഇല്ലീഗലായി കയ്യിൽ സൂക്ഷിച്ചു വെച്ച് കരാറിനെതിരെ പോകുന്നതാവാം. എന്തായാലും യുദ്ധത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ ആകാശ ആധിപത്യം വലിയ പങ്ക് വഹിക്കുന്നു എന്ന് നമുക്കിവിടെ ഇസ്രായേൽ കാണിച്ചു തരുന്നതാണ്. എന്നാൽ ഇസ്രായേലിന്റെ സൈന്യത്തിന്റെ കാര്യത്തിൽ ഇസ്രായേൽ എയർഫോഴ്സ് വളരെ ചെറുതാണ്. എന്നാൽ ഇന്നത്തെ യുദ്ധത്തിനാവശ്യമായ മോഡിഫൈഡ് 5th ജനറേഷൻ F-35 ജെറ്റ്സും പിന്നെ അതിനൊപ്പം ഇന്റലിജൻസും സൈബർ കേപ്പബിലിറ്റീസും സമന്വയിപ്പിച്ച രീതിയിലാണ് ഇസ്രായേലിൻ്റേത്. ഇസ്രായേലിന്റെ പ്രതിരോധ സേനയുടെ ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇയാൾ സമീർ തന്നെ പറയുകയാണ്, അവരുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് തെഹ്റാന്റെ വ്യോമപാത പിടിച്ചെടുക്കുകയായിരുന്നു. അവരുടെ ആദ്യത്തെ 24 മണിക്കൂറിലെ ലക്ഷ്യം അത് സെറ്റ് ചെയ്തിട്ടാണ് അവർ മുന്നോട്ടിറങ്ങിയിരിക്കുന്നത്. അത് ഭേദിക്കുകയും തെഹ്റാന്റെ വ്യോമപാത ഇസ്രായേലിന്റെ കൈകളിൽ ആക്കുകയും ചെയ്തു. അതിനുവേണ്ടി ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റം വീക്കാക്കുക എന്നതായിരുന്നു ഇസ്രായേലിന്റെ ആദ്യത്തെ പടി. ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റം ഭൂരിഭാഗം നിഷ്പ്രഭമാക്കിയപ്പോൾ ഇസ്രായേലിന്റെ പഴയ വിമാനങ്ങളായ F-15, F-16 യുദ്ധത്തിൽ കൊണ്ടുവന്നു. ഈ സമയത്ത് ഇസ്രായേലിന്റെ ജോയിന്റ് ഡയറക്റ്റ് അറ്റാക്ക് മ്യൂണീഷൻ, അതായത് JDAM എന്ന് ഇവർ ചുരുക്കപ്പേരിട്ട് വിളിക്കുന്ന ഈ സംഭവം സാധാരണ GPS സംവിധാനം ഉപയോഗിച്ച് സാധാരണ ബോംബുകളെ സ്മാർട്ട് ബോംബുകളാക്കി മാറ്റുന്നതിനായി US വികസിപ്പിച്ചെടുത്ത ഒന്നാണ്. ചെലവ് കുറവും ഇതിലെ GPS ഉപയോഗിച്ച് ശത്രുവിന്റെ ടാർഗറ്റ് നോക്കി പ്രെസിഷനോടെ അടിക്കാൻ പറ്റാവുന്നതാണ്. ഇതിന്റെ അവൈലബിലിറ്റിയും കൂടുതലാണ്. ഇസ്രായേലിന് ചെലവും കുറഞ്ഞ എന്നാൽ വളരെ ലഭ്യമായ, കൃത്യതൊട്ടും കുറയാത്ത ഐറ്റംസ് ഇവിടെ കിട്ടുമ്പോൾ ഇറാൻ അവിടെ ഓടി നടന്ന് കോടിക്കണക്കിന് വിലയുള്ള 100 കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് വിട്ടതും അതിൽ 1-2 എണ്ണം ഇസ്രായേലിൽ വീണതല്ലാതെ ബാക്കി അമേരിക്കയുടെ താഡും ഇസ്രായേലിന്റെ അയൺ ഡോമും പിന്നെ ഇസ്രായേലിന്റെ മൾട്ടി ലെയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ കൂടി നിന്ന് തകർത്ത് എറിഞ്ഞു കളഞ്ഞു. മിലിറ്ററി അനലിസ്റ്റുകൾ പറയുന്നത് എന്തെന്നാൽ ഇറാന്റെ എയർ ഡിഫൻസ് ഉക്രൈന്റെ ആകാശ പ്രതിരോധത്തെക്കാളും പൊളിക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ പ്രതിരോധം ഇസ്രായേലിന് എളുപ്പം പൊളിക്കാൻ കഴിഞ്ഞു. ഇസ്രായേലിന്റെ വ്യോമസേനയും റഷ്യയുടെ വ്യോമസേനയും തമ്മിൽ അടിക്കുന്നതായാലും തടയുന്നതായാലും ഇരുവരുടെയും കേപ്പബിലിറ്റീസ് വ്യത്യസ്തമാണെന്നാണ് പറയുന്നത്. റഷ്യൻ ആക്രമണം 2022 വരുമെന്ന് യുക്രൈൻ നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് സമയമെടുത്ത് പ്രതിരോധ സംവിധാനങ്ങൾ ഉക്രൈന് വിന്യസിപ്പിക്കാൻ സാധിച്ചു. എന്നാൽ ഇസ്രായേൽ ഇറാന്റെ കാര്യത്തിൽ ജൂൺ 15 ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിലും ഇസ്രായേൽ 13 തന്നെ തുടങ്ങി. ഇറാന്
ഒരുങ്ങാൻ സമയം കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. ആണവായുധ കരാർ ലംഘനം നടത്തുന്ന ഇറാന് മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടാവണം അടി അമേരിക്ക അല്ലെങ്കിൽ ഇസ്രയേലിന് തരുമെന്ന്. ഇറാൻ സ്പോൺസേഡ് ചെയ്ത ഗാസയിലെ ഹമാസും യമനിലെ ഹൂത്തീസും സിറിയയിലെ ആസാദ് ഭരണകൂടവും ഇറാഖിലെ ISI വിമതരുമൊക്കെ വർഷങ്ങൾക്ക് മുന്നേ ഇസ്രയേലിനെതിരെ നശിപ്പിക്കാൻ കളത്തിലിറങ്ങിയ ഇറാന്റെ ഖമേനിക്കാണോ ആയുധക്കരാർ ലംഘനം നടത്തുമ്പോൾ ഇസ്രയേൽ അല്ലെങ്കിൽ അമേരിക്ക അടിക്കാൻ വരുമെന്ന് മുൻകൂട്ടി പറഞ്ഞു കൊടുക്കേണ്ടത്? ഇറാൻ ഈ ഒരു യുദ്ധത്തിനായി കഴിഞ്ഞ ദശകങ്ങളായി ഒരുങ്ങുകയായിരുന്നു. ഈ പറഞ്ഞ വിമതരെയൊക്കെ ഒരുക്കി നിർത്തിയിട്ട് ഇറാന്റെ ബലിസ്റ്റിക് മിസൈലും ഉപയോഗിച്ച് ഇസ്രായേലിനെ അടിക്കാം എന്ന് കരുതിയാണ് ഖമേനി നിന്നിരുന്നത്. എന്നാൽ ഇസ്രായേൽ ആകട്ടെ ഹിസ്ബുള്ളയെ കഴിഞ്ഞ വർഷം തകർത്തു. സിറിയൻ എയർ ഡിഫൻസ് സിസ്റ്റം മുന്നേ തന്നെ ഇസ്രായേൽ ബോംബിട്ട് തകർത്തു. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾക്ക് ഇറാനിലേക്കുള്ള സിറിയയുടെ ആകാശപാത തുറന്നു കിട്ടി. ഇസ്രായേലിന്റെ അടുത്ത നീക്കം വ്യക്തമാണ്. ഇറാന്റെ മിസൈൽ ആക്രമണം തടയാൻ ഗ്രൗണ്ട് മിസൈൽ ലോഞ്ചറുകൾ ലക്ഷ്യമാക്കി തകർക്കുക. പൗരന്മാർ രണ്ടു ഭാഗത്തും കൊല്ലപ്പെടുന്നുണ്ട്. എന്നാൽ നയതന്ത്രപരമായി യുദ്ധം ഇസ്രായേലിന്റെ കയ്യിലാണ്. ഇസ്രായേൽ ഇറാന്റെ ആണവായുധ ശേഷി ഇല്ലാതാക്കണം. പറ്റുമെങ്കിൽ അവരുടെ ഉദ്യമത്തെ വൈകിപ്പിക്കണം. ഒന്നില്ലെങ്കിൽ ഒരു 10ഉം 20ഉം വർഷത്തേക്കെങ്കിലും വൈകിപ്പിക്കണം. ആധുനിക യുദ്ധം പഠിപ്പിക്കുന്നത് ആകാശം വരുതിയിലായാൽ യുദ്ധം കയ്യിലാണെന്നാണ്. അടുത്ത വീഡിയോയിൽ കാണാം.